ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ തുടക്കം കുറിക്കലാന്ന് കേട്ടാ. വലിയതായിട്ടുള്ള പാർട്ടിയൊന്നുമില്ല, ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ്ങും അമ്പലത്തിൽ പോക്കും ഒരു ബിരിയാണിയും. അപ്പോൾ ആരുടെയാ ബർത്ത്ഡേ എന്നല്ലേ? എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ പിറന്നാളാട്ടോ. ഏട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ആള് കുറച്ച് വിഷമത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോയി ഒരു കേക്കൊക്കെ സെറ്റാക്കി ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് വന്നേ. ജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും ആഘോഷമാക്കണം എന്നുള്ള ഒരു പോളിസിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്നോട് ഒപ്പം നിൽക്കുന്ന എല്ലാവരുടെ ആഘോഷവും ഞാൻ നല്ല കളറാക്കാൻ മാക്സിമം ശ്രമിക്കലുണ്ട്. അങ്ങനെ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുങ്ങി അമ്പലത്തിലേക്ക് വിട്ടുട്ടാ. വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഉമാമഹേശ്വര അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. മലബാറിൽ തന്നെ ശിവനും പാർവതിയും ഒന്നിച്ചുള്ള ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കാണ്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ ഉമാമഹേശ്വര അമ്പലം. സാധാരണ അമ്പലങ്ങളിലെല്ലാം നമുക്ക് പുഷ്പാഞ്ജലി മാത്രമല്ലേ കഴിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഭാര്യന്റെയും ഭർത്താവിന്റെയും പേര് ഒരേ റെസീറ്റിൽ എഴുതിയിട്ടുള്ള ഉമാമഹേശ്വര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇന്ന് തന്നെയാണ് എൻ്റെ കസിന്റെയും ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൂത്തച്ഛനും മൂത്തമ്മയും കൂടി ആ സമയത്ത് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായി. അങ്ങനെ വഴിപാടുകളെല്ലാം കഴിപ്പിച്ച റെസീറ്റും നെയ്വിളക്കും എല്ലാം ആയിട്ട് അമ്പലത്തിന്റെ അകത്തേക്ക് കയറിയിട്ടാ. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൺകുട്ടികൾ അകത്ത് കയറുമ്പം ഷർട്ടോ അല്ലെങ്കിൽ ബനിയനോ ഒന്നും ഇടാൻ പാടില്ല. പണ്ടൊക്കെ അമ്പലത്തിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ വിഷു ആവണം അല്ലെങ്കിൽ ഓണാവണം. ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ നമ്മളെല്ലാം അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ കുറച്ചും കൂടി വലുതായപ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അമ്പലം ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ അമ്പലത്തിൽ വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എവിടെ പോയാലും കിട്ടാത്ത ഒരു മനസ്സമാധാനമോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയോ എനിക്ക് ഇവിടെ പോയാലും പറശ്ശിനിക്കടവ് പോയാലും ആണ് കൂടുതലായിട്ടും ഫീൽ ചെയ്യാറുള്ളത്. അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയും പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് എന്തോ ഒരു വലിയ കാര്യം ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവാറ് സാധാരണ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ നമ്മൾ മെല്ലനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഈ അമ്പലത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ രാവിലെ അങ്ങനെ പുറത്തുനിന്ന് ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ. പറശ്ശിനിയിലൊക്കെ പോകുന്നതാണെങ്കിൽ പുറത്തുനിന്ന് തന്നെയുള്ള ഒരു മസാല ദോശ, അതും കോഫി ഹൗസിൽ കയറി. ഇന്ന് പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചത് ഏട്ടിമ കാരിങ് ആണ്. അതുപോലെ കണ്ണപ്പനും ചെറിയൊരു വിശപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും കണ്ണനുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ബുക്ക് എടുക്കുക, ഇരിക്കുക, വായിക്കുക. ആദ്യമൊക്കെ ബിസ്ക്കറ്റും ചോക്ലേറ്റും എല്ലാം എടുത്തിട്ട് ഇരിക്കലായിരുന്നു. പിന്നെയാണ് ബാലരമ്യയും ബാലഭൂമിയും മിന്നമിന്നിയിലൊക്കെ തിരിഞ്ഞു. അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിയുമ്പോൾ അമ്മ പറയുന്നത് ബിരിയാണി ആക്കാൻ ചിക്കൻ ഇല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചിക്കൻ ഷോപ്പിലേക്കും വിട്ടു. അങ്ങനെ ചിക്കനും വാങ്ങി നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടാ. അമ്പലത്തിൽ നിന്ന് നമ്മൾ പായസമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ വെള്ളം ഇട്ട് അരി കുറുക്കിയിട്ടുണ്ടാക്കുന്ന കടും പായസം ഭയങ്കര ഫേവറേറ്റ് ആണ് എൻ്റെത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് പെർളശ്ശേരി അമ്പലത്തിൽ കിട്ടുന്ന കടും പായസമാണ്. തിരുവട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഇതേപോലെയുള്ളൊരു പായസം കിട്ടും. അതും എൻ്റെ ഫേവറേറ്റ് പായസങ്ങളില്ല. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പം ബലൂണിൻ്റെ കുറച്ച് ഭാഗ്യമൊക്കെ ഇളകി വീണിട്ടുണ്ടായി. പിന്നെ ഞാനൊന്ന് കയറി അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ കേക്കൊക്കെ എടുത്ത് നമ്മളങ്ങ് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. കേക്കിൻ്റെ മേലെ നമ്മൾ പേര് എഴുതുമ്പോൾ 2 തരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെയും എഴുത്തിമ്മേൻ്റെയും പേര് അനുശ്രീന. അതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി ബ്രാക്കറ്റിൽ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരും കൂടെ ചേർത്തിട്ടുണ്ടായി. ആ സമയത്ത് തന്നെ ഏട്ടനും കൂടെ വിളിച്ചുകൊണ്ട് ആഘോഷം കുറച്ചും കൂടി കളറാക്കി. ബർത്ത്ഡേൻ്റെ കേക്കായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വാഞ്ചോ കേക്കായിരുന്നേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം മെല്ലനെ കിച്ചണിലോട്ട് കടന്ന് ഒരു തട്ടിക്കൂട്ടിയ ബിരിയാണി അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ബിരിയാണി അങ്ങ് ആസ്വദിച്ച്. ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങളും നമ്മൾ മെമ്മറബിൾ ആയിരിക്കണം. പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടബോധം തോന്നരുത്. എൻ്റെ പോളിസി എന്നിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പിന്നെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.